ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇടിയപ്പം ഒന്ന് രൂപം മാറ്റിയെടുത്താലോ? അപ്പം അതിന് വേണ്ടി ഞാനിവിടെ കിഴങ്ങ് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എണ്ണയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ ഒരു സമയത്തിന് നമുക്ക് 3 മുട്ടയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിക്കി പൊരിച്ചെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അതൊന്നിട്ട് മാറ്റി വയ്ക്കുക. ഉപ്പും കുരുമുളകും ഇട്ട് വേണം ചിക്കി പൊരിക്കാൻ. എന്നിട്ട് ആ സമയത്ത് ഇതിങ്ങനെ നല്ലപോലെ വെന്ത് കിട്ടണം. കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കിഴങ്ങൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അല്ലെ പിന്നെ കടിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ചുവയായിരിക്കും. എന്നിട്ട് അതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സാണ് ഞാൻ എരിവിന് വേണ്ടി ചേർക്കുന്ന, മുളക് പൊടി ചേർക്കുന്നില്ല. മക്കൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല, കുറച്ച് ചില്ലി ഫ്ലേക്സ് മാത്രം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ മസാലയും ഗരം മസാലയും ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ 2 മസാലകളും ചേർത്ത് കൊടുക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഈ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഞാനിതിൻ്റെ അകത്ത് വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. അതൊക്കെ ചേർത്ത ഒരു പ്രത്യേക ചൊവയായിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കണ്ട. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. എന്നിട്ട് നമ്മുടെ ബാക്കി വന്ന ഇടിയപ്പം ഒന്ന് കൈവച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഇടിയപ്പം ബിരിയാണി ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇടിയപ്പോ പുട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഇതൊക്കെ ബാക്കി വന്നാൽ അയ്യോ കൊണ്ട് കളയാം, അല്ലെങ്കിൽ നാളത്തേക്ക് എടുക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്നാക്സ് ആയിട്ടോ വരെ കഴിക്കാൻ പറ്റുന്നൊരു സാധനം